ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചായിരുന്നു എന്താണ് കോൺകോഡ് എന്നുള്ളതും കോൺകോഡിൻ്റെ ഒരു ഡെഫിനിഷനൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്നതാണ്. കോൺകോഡ് എന്ന് പറയുന്നത് സബ്ജക്റ്റിനും വെർബും തമ്മിലുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണോ ഡിഫൈൻ ചെയ്തത് അതാണ് കോൺകോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കോൺകോഡ്സിൽ ഈ കുറച്ച് ടേംസ്, കുറച്ച് സ്പെഷ്യൽ ടേംസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അത് എങ്ങനെയാണ് അതിനകത്ത് വെർബ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. കാറ്റിൽ, കവൽറി, ഡൈസ്, ജെൻട്രി, പീപ്പിൾ, പോലീസ്, വെർമിൻ ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റുകൾക്ക് ശേഷം ബഹുവചന ക്രിയയാണ് വരുന്നത്. അത് കാറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കന്നുകാലി കൂട്ടങ്ങളുടെ, അതുപോലെ തന്നെ കാവൽറി എന്ന് പറഞ്ഞാൽ കുതിരപ്പട, ഡൈസ് എന്ന് പറഞ്ഞാൽ അറിയാലോ പകിട, നമ്മൾ ഈ പഴയ ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പഴയ ഫിലിംസിലൊക്കെ കണ്ട പകിട കളിക്കുന്നത് ഡൈസ്. സോ അതുപോലെ ജെൻട്രി എന്നുള്ള ടേംസ്. ഓക്കെ, അതുപോലെ പീപ്പിൾ, പോലീസ് എന്ന് പറഞ്ഞ കേസ് നമ്മൾ നേരത്തെ പല എക്സാമ്പിൾക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. പോലീസ്, വെർമിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃമികൾ, കീടാണു അല്ലെങ്കിൽ അങ്ങനെ കീടങ്ങൾ, അങ്ങനെ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ടേംസ് അതിൽ വന്നു കഴിഞ്ഞാൽ അത് ബഹുവചന ക്രിയയായിരിക്കണം ഉപയോഗിക്കേണ്ടത്. രണ്ടൊന്ന് എക്സാമ്പിൾ നോക്കിയോ. ദ കാറ്റിൽ എന്ന് വന്നു കഴിയുമ്പോൾ കാറ്റിൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെടുന്ന ഒരു ടൈം ആയതുകൊണ്ട് നമുക്കിവിടെ ആറാണ് വന്നിരിക്കുന്നത്. കണ്ടോ, 6 ബഹുവചന ക്രിയയാണ്. കാറ്റിൽ ആർ ഗ്രേസിങ്, അതായത് അവിടെ എങ്ങനെ പുല്ല് തിന്നുന്നു എന്നുള്ളത്, കാറ്റിൽ അവിടെ പുല്ല് തിന്നുന്നു, അതായത് കന്നുകാലികൾ എന്നുള്ള മീനിങ് സിമ്പിളാണ്. അതുകൊണ്ട് ദ പോലീസ് ഹാവ് അറസ്റ്റഡ് ദ ടെററിസ്റ്റ്. ദ സെയിം ക്വസ്റ്റ്യൻ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് എന്നുള്ള രീതിയിലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് കോൺകോഡ്സിലും വന്നിട്ടുണ്ട്. ദ പോലീസ് ഹാവ് അറസ്റ്റഡ് ടെററിസ്റ്റ്. പോലീസ് വന്നിരിക്കുന്നതുകൊണ്ടാണ് നമുക്കവിടെ ഹാവ് വന്നത്. ഓക്കെ, പോലീസ് വന്നത് ഇതായതിനു ശേഷം പോലീസാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചുകൊണ്ട് പോലീസ് എന്നുള്ള ടൈം വന്നു കഴിഞ്ഞാൽ പീപ്പിൾ, ജെൻട്രി, ഡൈസ്, കാവൽറി, അതുപോലെ തന്നെ കാറ്റിൽ, ഇത് ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഒന്നും നോക്കാനില്ല, ജസ്റ്റ് നമ്മുടെ പ്ലൂറൽ ഫോംസ് അല്ലെങ്കിൽ ബഹുവചന ക്രിയ അവിടെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഡൈസ് ആർ യൂസ്ഡ് ഇൻ മെനി ബോർഡ് ഗെയിംസ്. ഡൈസിൻ്റെ അതിനുശേഷം വന്നിരിക്കുന്ന നമ്മൾ പ്ലൂറൽ ഫോമാണ്. ഓക്കെ, പല ബോർഡ് ഗെയിമുകളിലും ഡൈസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഡൈസ് വന്നതുകൊണ്ട് നമ്മളൊന്നും നോക്കാനില്ല, ഈസാണോ ആറാണോ നോക്കാനില്ല, നമുക്കവിടെ എക്സാക്ട്ലി അവിടെ ആൻസർ 6 ആയിരിക്കും. ആണ് വെർമിൻ, സ്പ്രെഡ് ഡിസീസസ്. കണ്ടോ, വെർമിൻസ് കീടാണുകൾ, സ്പ്രെഡ് ഡിസീസസ്, മനസ്സിലായോ? അല്ലെങ്കിൽ ഇവിടെ സ്പ്രെഡ്സ് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതാണ്. ശരി, സ്പ്രെഡിൻ്റെ സ്പ്രെഡ്സ് ആണ് അവിടെ സിംഗുലർ വരുന്നത്. ഇവിടെ സ്പ്രെഡ്സിന് പകരം സ്പ്രെഡാണ് വന്നിരിക്കുന്നത്. ബിക്കോസ് വെർമിൻ എന്ന് പറഞ്ഞതൊരു ബഹുവചനമായിട്ടാണ് കരുതിയിരിക്കുന്നത്. അടുത്തത് ബൈനോക്കുലേഴ്സ്, ബ്രേസസ്, ബ്രീച്ചസ്, ഗ്ലാസസ്, ഗ്ലൗസ്, ഗൂഗിൾസ്, നിക്കേഴ്സ്, പാൻസ്, പ്ലെയേഴ്സ്, പൈജാമ, സ്കെയിൽസ് ഇങ്ങനെ തുടങ്ങിയ കുറേ വേർഡ്സ് ഉണ്ട്. അത് സബ്ജക്റ്റിന് ശേഷം വരികയാണെങ്കിൽ ഇതിന് ശേഷം ബഹുവചന ക്രിയയാണ് ഉപയോഗിക്കുന്നത്. ബിക്കോസ് ഇതിനെല്ലാം ഒരു റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജോഡികളായിട്ട് പേഴ്സ് ആയിട്ടുള്ളതാണ്. ബൈനോക്കുലേഴ്സ് അത് നമ്മൾ ദൂരെയുള്ള അടുത്ത് കാണാൻ ഉപയോഗിക്കുന്നത്, അത് 2 പേഴ്സ് ആയിട്ടുള്ളതല്ലേ, 2 പേഴ്സ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബ്രീച്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 3/4 കുറച്ചുകൂടെ വലിയൊരു ടൈറ്റായിട്ട് കിടക്കുന്ന ഒരു ക്ലോത്താണ്. അത് 2 പെയറായിട്ടാണ് ഇരിക്കുന്നത്. ഗ്ലാസസ്, കണ്ണിൽ വെക്കുന്ന ഗ്ലാസ്, അത് പെയറാണ്. ഗ്ലൗസ് അത് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് എന്നുള്ളൊരു പെയറിലാണ്. ഗൂഗിൾസ് കണ്ണടകൾ, അത് ലെഫ്റ്റ് ഐ റൈറ്റ് ഐ. ഓക്കെ, ബാക്കിയെല്ലാം സിസേഴ്സ്, ഷൂസ്, ഷോർട്സ്, ഈ കാണുന്ന എല്ലാം, അതുപോലെ തന്നെ ട്രൗസേഴ്സ്, ഇതെല്ലാം നമുക്ക് പേഴ്സ് ആയിട്ടാണ്. ആ പേഴ്സ് വരുന്നതുകൊണ്ട് അതിന് ശേഷം വരുന്നത് ബഹുവചന ക്രിയയാണ്. സോ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്? കാറ്റിൽ, കാവൽറി, ഡൈസ്, ജെൻട്രി, പീപ്പിൾ, പോലീസ്, വെർമിൻ തുടങ്ങിയ സബ്ജക്റ്റുകൾക്ക് ശേഷം നമ്മൾ പ്ലൂറൽ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അത് ബഹുവചന ക്രിയയാണ് ഉപയോഗിക്കേണ്ടത്. അതിൽ പ്രധാനപ്പെട്ടാണ് പോലീസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പോലീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാവ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അത് പ്ലൂറൽ ഫോം തന്നെയാണ്, ഹാവ് എന്നുള്ളതല്ല, പ്ലൂറൽ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ,
പിന്നെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരു സെറ്റായിട്ടിരിക്കുന്നത് ബൈനോക്കുലേഴ്സ്, പ്ലേയേഴ്സ്, അതുകൊണ്ട് തന്നെ പാൻസ്, അതുകൊണ്ട് തന്നെ ട്രൗസേഴ്സ്, അതുകൊണ്ട് തന്നെ നമ്മുടെ സിസേഴ്സ്, ഇതെല്ലാം നമുക്കൊരു പെയറായിട്ടാണ് ഇരിക്കുന്നത്, രണ്ടെണ്ണമുള്ള അങ്ങനെയുള്ള കേസുകൾ എല്ലാം സീസോ, അതെല്ലാം നമ്മൾ ഒരു പെയറായിട്ടുള്ളതാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് പ്ലൂറൽ ഫോം തന്നെയായിരിക്കണം കേട്ടോ. അതുകൊണ്ട് അടുത്തത് അത്ലറ്റിക്സ്, ബില്ലിയാർഡ്സ്, സെറാമിക്, ക്ലാസിക്, എക്കണോമിക്സ്, എത്തിക്സ്, ജിംനാസ്റ്റിക്, മീസിൽസ്, മംസ്, ന്യൂസ്, ഫിസിക്സ്, പൊളിറ്റിക്സ്, റിക്കറ്റ്സ്, ഷിംഗിൾസ്, ഇതെല്ലാം സമ്മൺസ്, ഇതെല്ലാം അതുകൊണ്ട് ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്, വെയിൽസ്, അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളുടെ പേരുകൾ തുടങ്ങിയവയ്ക്ക് ശേഷം ഏകവചന ക്രിയ ഉപയോഗിക്കണം. സോ ഇത് നമ്മൾ ന്യൂസ്, ഇത് ഹിന്ദു ഒക്കെ വായിക്കുന്നവർക്ക് ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഒരു സെൻറ്റൻസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതെങ്ങനെയാണ് വന്നിരിക്കുന്നുള്ളത്. സോ അത്ലറ്റിക്സ്, ബില്ലിയാർഡ്സ്, സെറാമിക്സ്, ഈ ടൈംസ് നമ്മൾ ഓർത്ത് വെക്കുക. അത്ലറ്റിക്സ്, ബില്ലിയാർഡ്സ്, സെറാമിക്സ്, ക്ലാസിക്, എക്കണോമിക്സ്, എത്തിക്സ്, ജിംനാസ്റ്റിക്, മീസിൽസ്, മംസ്, ന്യൂസ്. സോ ഇത് നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നല്ല ബുക്സിൻ്റെ ടൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഏകവചന ക്രിയ ആയിരിക്കണം. എക്സാമ്പിൾ നോക്കിയാൽ ഇത് നിങ്ങൾ ഈ ആവശ്യമുള്ളവർ ഇത് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഈ പറഞ്ഞിരിക്കുന്ന വേർഡ്സ്, കാരണം അത് ഫോർ എക്സാമ്പിൾ ഇതും തൊട്ട് മുകളിലുള്ള ബൈനോക്കുലേഴ്സിൻ്റെയൊക്കെ അതും നമ്മൾ മിക്സായി കിടന്നു കഴിഞ്ഞാൽ അറിയത്തില്ല. അവിടെ വരേണ്ടുന്ന ബഹുവചന ക്രിയ, ഇവിടെ വരേണ്ടുന്ന ഏകവചന ക്രിയയാണ്. പൊളിറ്റിക്സ്, പോലീസ്, ഇത് രണ്ട് കൺഫ്യൂഷൻ ആവും. പൊളിറ്റിക്സ് വരുമ്പോൾ നമുക്ക് സിംഗുലറാണോ ഉപയോഗിക്കുന്നത്, പ്ലൂറലാണോ ഉപയോഗിക്കുന്നത് നമുക്കറിയാതെ കൺഫ്യൂഷൻ വരും. ഓക്കെ. എന്നാൽ പോലീസ് വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അവിടെ പ്ലൂറലാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാം. ഇവിടെ പൊളിറ്റിക്സ് വരുമ്പോൾ സിംഗിളറാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഇത് വ്യക്തമായിട്ട് മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം മൈൻഡിൽ കൃത്യമായിട്ടുണ്ടെങ്കിൽ അതല്ല എന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സോ മസ്റ്റായിട്ട് വെക്കുക. പൊളിറ്റിക്സ് എന്നുള്ളതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. പൊളിറ്റിക്സ് ഈസ് എ ഗുഡ് പ്രൊഫഷൻ നൗ. പൊളിറ്റിക്സ് വന്നതുകൊണ്ടാണ് അവിടെ ഈസ് വന്നിരിക്കുന്നത്. എക്കണോമിക്സ് ഈസ്, അതുകൊണ്ട് തന്നെ ഗളിവേഴ്സ് ട്രാവൽസ് വാസ് വന്നു കണ്ടോ. ഗളിവേഴ്സ് ട്രാവൽസ് വാസ്, അത് മേജർ പുസ്തകമാണ്. അതായത് ഒരു മെയിനായിട്ട് ടെക്സ്റ്റാണ് ഈ പറഞ്ഞിരിക്കുന്നത്, ഗളിവറിൻ്റെ യാത്രകൾ. ഓക്കെ. അതുകൊണ്ട് തന്നെ അടുത്തത് എയേഴ്സ്, കസ്റ്റംസ്, ഡാമേജ്, ലോഡ്ജിങ്, മാനേഴ്സ്, മോറൽ, പ്രിമിസസ്, റിഗാർഡ്സ്, സ്പിരിറ്റ്, വേജസ് തുടങ്ങിയ നാമങ്ങൾ ബഹുവചനമാണ്. അതിനാൽ അവയ്ക്ക് ശേഷം ബഹുവചന ക്രിയ ഉപയോഗിക്കണം. സിമ്പിളായിട്ടൊന്നും നോക്കാനില്ല, ഇത്രയും ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുള്ളതാണ്. എയേഴ്സ്, കസ്റ്റംസ്, ഡാമേജസ്, ലോഡ്ജിങ്. ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കുന്നുള്ളപ്പോൾ ഇത് മാറിപ്പോകുമ്പോഴാണ് വിഷയം വരുന്നത്. അപ്പോൾ ബൈനോക്കുലറിലും ഗൂഗിൾസിൻ്റെ ഒക്കെ അവിടെ വരുമ്പോൾ നമ്മൾ ബഹുവചന ക്രിയയും അത്ലറ്റിക്സും ബില്ലിയാർഡ്സും ഒക്കെ വരുമ്പോൾ നമുക്ക് ഏകവചന ക്രിയയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റിൻ്റെയൊക്കെ നെയിം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏകവചന ക്രിയയാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ എയേഴ്സ്, കസ്റ്റംസ്, എയേഴ്സ് എന്ന് പറഞ്ഞാൽ സംപ്രേഷണം ചെയ്യുക എന്നുള്ള എയേഴ്സ് ചെയ്യാൻ സംപ്രേഷണം ചെയ്യുക, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളത്, അതായത് പ്രക്ഷേപണം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ. കസ്റ്റംസ് ആചാരങ്ങൾ, ഡാമേജസ് എന്തെങ്കിലും പൊട്ടിക്കുക അല്ലെങ്കിൽ കേടുപാട് വരുത്തുക. ലോഡ്ജിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലം. മാനേഴ്സ് മാന്യത അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടേംസ് വരുമ്പോഴോ. മോറൽസ് ധാർമ്മികമായ കാര്യങ്ങൾ അല്ല ധാർമ്മിക കൺസെപ്റ്റുകൾ വരുമ്പോഴോ. പ്രിമൈസസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ പരിസരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടേംസ് വരും. റിഗാർഡ്സ് സംബന്ധിച്ച്. സ്പിരിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ആത്മീയത, അതുമായിട്ട് ബന്ധപ്പെട്ട വേജസ് കൂലി അല്ലെങ്കിൽ സാലറി, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ആ ഒരു സെൻറ്റൻസിൽ വരികയാണെങ്കിൽ നമുക്ക് ബഹുവചന ക്രിയകളാണ് നമുക്ക് അവിടെ ഉപയോഗിക്കുന്നത്. ബഹുവചന ക്രിയ ഒന്നുകൂടെ പറയാം. എയേഴ്സ്, കസ്റ്റംസ്, ഡാമേജസ്, ലോഡ്ജിങ്, മാനേഴ്സ്, മോറൽസ്, പ്രിമിസസ്. ഇതിൻ്റെ മീനിങ്സ് എയേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പ്രക്ഷേപണം ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട് ടെലികമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും കാര്യമായിട്ട് ബന്ധപ്പെട്ട് എയേഴ്സ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ. കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ആചാരങ്ങൾ. ഡാമേജസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡാമേജ് കേടുപാടുകൾ പറ്റിക്കുക. ലോഡ്ജിങ് എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന സ്ഥലം, താമസ സ്ഥലമായിട്ട് ബന്ധപ്പെട്ടുള്ള. മാനേഴ്സ് എന്ന് പറഞ്ഞാൽ മാന്യത അല്ലെങ്കിൽ ജെന്റിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള അതോ അല്ലെങ്കിൽ മോറൽസ്, പ്രിമിസസ്. മോറൽസ് എന്ന് പറഞ്ഞാൽ ധാർമ്മികത. ഇങ്ങനെയുള്ള മീനിങ് കൂടെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മൈൻഡ് സെറ്റിൽ കൂടെ സെറ്റാവും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനോട് ചേർന്നിട്ട് ബഹുവചന ക്രിയയാണ് വരിക. ഓക്കെ.